നമസ്തേ. 12/7/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. മേടം, ഇടവം, മിഥുനം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, കന്നി, മകരം, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം, ധനു, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. നമുക്ക് ഒരു കമൻ്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കമൻ്റാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സന്ധ്യാസമയത്ത് വീടിൻ്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് ശരിയാണോ എന്നാണ് കമൻ്റ് ചോദിച്ചിരിക്കുന്നത്. വിളക്കൊക്കെ വെച്ചിട്ട് വാതിൽ അടച്ചിടുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ശരിക്കും നമ്മൾ വിളക്ക് വയ്ക്കുന്നത് സർവ്വചരാചരങ്ങൾക്കും പ്രകാശമാനമാകണം എന്ന സങ്കല്പത്തോടെയാണ്. അതുകൊണ്ട് തന്നെ വാതിൽ അടച്ചിടുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ശാസ്ത്രങ്ങളുണ്ട് എങ്കിലും. അപ്പോൾ അതുകൊണ്ട് വാതിൽ തുറന്നിടുക വിളക്ക് വയ്ക്കുമ്പോൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടം അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരാൾ മാത്രം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന വീടാണ്, വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ വീടുകൾ തുറന്നിടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര സുരക്ഷിതമായ കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളവർ വാതിൽ തുറന്നിടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഏതൊരു ശാസ്ത്രവും രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെടുന്നത് ആ രൂപപ്പെട്ട കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ രൂപപ്പെട്ട കാലത്ത് ഉണ്ടായിരുന്ന സവിശേഷതകൾ അതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ രൂപപ്പെടുമ്പോൾ മനഃശുദ്ധി ഉള്ളവരും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് അത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് എല്ലാവരും അങ്ങനെ ശുദ്ധതയോടെ കാണുന്ന കാലഘട്ടമല്ല. മറ്റുള്ളവരുടെ നിന്നും അപഹരിക്കാനും ഒക്കെ ശ്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പരസ്പര സഹായം കുറയുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് അയൽവക്കത്തൊക്കെ ഒരു ശബ്ദം കേട്ടാൽ നാട്ടിലുള്ള ആളുകളൊക്കെ ഓടി ചെല്ലുമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ആരും അങ്ങനെ ഓടി ചെല്ലുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. ഇന്ന് അവിടെ നിന്ന് എത്തി നോക്കുകയുള്ളൂ. എന്നിട്ട് പറ്റുകയാണെങ്കിൽ അയൽവക്കത്തിൽ വെള്ളം കിടക്കണമെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പോലീസുകാർ വരേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുക. അപ്പോഴേക്കും അവിടെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. കാലങ്ങളുടെ മാറ്റമാണത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലങ്ങളുടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഏത് ആചാരങ്ങളെയും സ്വീകരിക്കുവാനും. അന്ന് ഉണ്ടാക്കിയ ആചാരങ്ങളാണെങ്കിൽ പോലും അത് സ്വീകരിക്കുവാൻ കാലങ്ങളുടെ മാറ്റം ഉൾക്കൊള്ളണം. അപ്പോൾ സുരക്ഷിതത്വത്തിന് തടസ്സമാകുന്ന കാലാവസ്ഥയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സുരക്ഷിതമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ സന്ധ്യാസമയമാണ് വിളക്ക് വയ്ക്കുമ്പോൾ വാതിൽ തുറന്നിടണം എന്ന് പറയുന്ന അനുഷ്ഠാനങ്ങൾ ആചരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശാസ്ത്രാഭിപ്രായം എന്ന് പറയരുത് കേട്ടോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമ്മുടെ സുരക്ഷിതത്വത്തിന് മുൻഗണന കൊടുക്കണം. വാതിൽ തുറന്നിടാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെയും വിളക്ക് വയ്ക്കാൻ നമുക്ക് പറ്റണം, വിളക്ക് വയ്ക്കാനെങ്കിലും നമുക്ക് പറ്റണം. അതുകൊണ്ട് ആ രീതിയിൽ കണ്ടുകൊണ്ട് അതിനെ സമീപിക്കുക. അപ്പോൾ നിങ്ങളുടെ പരിസരങ്ങൾ, നിങ്ങളുടെ പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ വാതിൽ തുറന്നിട്ട് നിങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. അതനുസരിച്ച് അവരുടെ രീതിയെ മാറ്റിയെടുക്കുക. പക്ഷെ ഒരു കാര്യം കൃത്യമായി ചെയ്യുക, എന്നും വിളക്ക് വയ്ക്കുക, ആ വിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യുക. അതാണ് അതിൻ്റെ മറുപടി. ഇനി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കത് തുടർന്ന് കിട്ടണമെങ്കിൽ അത് വേണം. അതുകൊണ്ടാണത് അങ്ങനെ പറയുന്നത്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇതിനകത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം തുടങ്ങിയ കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസുണ്ട്. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്.
മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ്. ആരോഗ്യമൊക്കെ അനുകൂലമായ ദിവസമാണ്. ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസത ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പൊതുവെ ഒരു ഉന്മേഷമൊക്കെ മനസ്സിന് കിട്ടുന്ന ദിവസമാണ്. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന കാലമാണ്. കടബാധ്യതയൊക്കെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമായ സമയമല്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടും. എന്നാൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവം രാശിക്ക് ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരു അലസതയൊക്കെ ഉണ്ടാവും. പിത്തസംബന്ധമായ അസുഖമുള്ളവർ, വാതരോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിയുന്ന ഒരു ദിവസമായിരിക്കില്ല. എങ്കിലും സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ വലിയ ദോഷം ചെയ്യില്ല. അനുകൂലം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യാൻ കഴിയില്ല. വലിയ ദോഷമൊന്നും ഉള്ളതായിരിക്കില്ല. കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. മിത്രങ്ങൾ ശത്രുക്കളാകുന്ന ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് വാക്കുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. തൊഴിൽ മേഖല അനുകൂലമാണ്. തൊഴിലാളികളിൽ നിന്നൊക്കെ നല്ല സമീപനങ്ങളുണ്ടാകും. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിൽ മേഖലകൾ വികസിപ്പിക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അതിന് ആലോചിക്കാവുന്ന ഒരു സമയമാണ്. അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു സമയമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അനുചിതമായ സുഹൃബന്ധങ്ങളെയും സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മിഥുനക്കൂറ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്കും ശുഭകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും അവർ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ ഒരു പരിധി വരെ ഇവർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും കാണിക്കും. അലസതയും കാണിക്കും. എങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമെന്ന ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടും മിഥുനക്കൂറുകാർക്ക് കഴിയും. അലർജി സംബന്ധമായ അസുഖമുള്ളവർ, ആസ്തമ, മാനസികമായ അസ്വസ്ഥത, ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറയുന്ന ഒരു ദിവസമാണ്. ശത്രുക്കളായിട്ടുള്ളവരെ മിത്രങ്ങളാക്കാൻ കഴിയുന്ന സമയം കൂടെയാണ്. കലഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടി വന്ന ഈ ദിവസം ഉപയോഗിക്കാം. അത് നല്ലതാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്.
അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടമുണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളിൽ നിന്ന് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ താൻ ചെയ്യേണ്ട വർക്ക് മറ്റുള്ളവരെ ഒന്ന് തൽക്കാലം ഏൽപ്പിച്ചിട്ട് മാറിപ്പോകാം എന്ന ചിന്ത മിഥുന രാശിക്കാർക്ക് ദോഷം ചെയ്യും. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ ദിവസം അനുകൂലമായത് തന്നെ ആയിരിക്കും. കർക്കിടകം രാശി ഒട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. അതേപോലെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര മേന്മയില്ല. ആത്മവിശ്വാസക്കുറവായിരിക്കും. അലസതയായിരിക്കും. ഒന്നും ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവില്ല. ശരീരത്തിനൊരു ക്ഷീണം, ഉറക്കം കൂടുക തുടങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ആരോഗ്യകാര്യം അനുകൂലമല്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദര സ്ഥാനികർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയൊക്കെ അപകടങ്ങൾ നിറഞ്ഞതാണെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ, അത് സുരക്ഷിതമാകാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മുൻകോപത്തെ നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ചില ധനനഷ്ടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ യുക്തമായി എന്ന് 100% ഉറപ്പുള്ള അഭിപ്രായങ്ങൾ മാത്രം പറയുക. അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ എല്ലാം കേട്ട് ഏറ്റവും അവസാനം പറയുന്നതിന് വേണ്ടിയും കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക. കാരണം വാക്കുകൾ മൂലം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായ സമയം ആയിരിക്കില്ല. കുടൽ രോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. വാഹന സംബന്ധമായി ചെറിയ നേട്ടമൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ ദൈവാധീനക്കുറവുള്ള ദിവസമാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ കുറവ് മാത്രമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പല പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും കർക്കിടക രാശിക്കാരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അത് ദോഷം ചെയ്യും. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരാരാധനയൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ആരോഗ്യകാര്യങ്ങൾ മേന്മയുള്ളതാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ശരീരത്തിനൊരു ഉന്മേഷവും ഉണർവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. മിത്രങ്ങൾ പോലും ശത്രുക്കളാകാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വാക്കുകൾ മൂലം നല്ല ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ കരുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ അത്ര അനുയോജ്യമായ സമയമൊന്നും അല്ല ഇത്. പോയി പറഞ്ഞു തീർക്കാം. മറ്റാരെങ്കിലും പോയി സംസാരിച്ച് തീർക്കാമെന്നല്ലാണ്ട് ചിങ്ങക്കൂറുകാർ അത് സംസാരിച്ച് തീർക്കാനൊക്കെ പോയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനുള്ളൊരു സാധ്യതയും കൊണ്ട് ധനപരമായൊക്കെ ചെറിയ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ല. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിലാളികളും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല.
ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് ചിങ്ങക്കൂർ. ഇനി കന്നിക്കൂറുകാർ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറിന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ട്, ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും, അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അലർജി സംബന്ധമായ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കണം. അതിൽ സാഹചര്യമുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും, എങ്കിലും ചില സുഹൃബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്, എന്നാൽ മക്കളിൽ നിന്ന് ചില പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയും അത്ര അനുകൂലമൊന്നുമല്ല, എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനം കന്നിരാശിക്കാർക്ക് ഉണ്ടാകും. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. എന്നാൽ മനസ്സും ആരോഗ്യവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അലസത ഉണ്ടായിരിക്കും. ഒന്നും വേണ്ട രീതിയിൽ ചെയ്ത് തീർക്കാനായിട്ട് മനസ്സ് അനുവദിക്കാത്ത ദിവസമാണ്. മനസ്സ് അസ്വസ്ഥമാകും. എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് കണ്ടാൽ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വച്ചുകൊണ്ട് ആ ദിവസം മുഴുവൻ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കണം. അത് മനസ്സും ബുദ്ധിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല, പിതൃസ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ മേലുദ്യോഗസ്ഥരൊന്നും തൊഴിൽ രംഗത്ത് അത്ര മേന്മ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും പൊതുവേ തൊഴിൽ മേഖലയ്ക്ക് അനുകൂലമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. പക്ഷേ അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരുമായുള്ള കലഹമൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സുഹൃബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സമയമാണ്. പുതിയ സുഹൃബന്ധങ്ങളും സൃഷ്ടിക്കാം. അതേപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ തുലാം രാശിക്കാർക്ക് കിട്ടും. തൊഴിൽ മേഖല അനുകൂലമാണ്. പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. അതേപോലെ തന്നെ തൊഴിൽ മേഖലയുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുവാനുമൊക്കെ അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയമാണ്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. തൊഴിൽ മേഖല അനുകൂലമാണ്. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും. പക്ഷേ ഈ അഭിപ്രായ സ്ഥിരത ശരിയായ അഭിപ്രായത്തിലായിരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങൾ ഒട്ടും തന്നെ വൃശ്ചികക്കുറുകാർക്ക് അനുകൂലമല്ല. വളരെ ശ്രദ്ധ ആരോഗ്യകാര്യങ്ങളിൽ വേണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാവും. വാക്കുകളെ വളരെ നിയന്ത്രിക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാൻ പോകണ്ട. ധനപരമായ കാര്യങ്ങളിലൊക്കെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്, വാക്കുകൾ മൂലം പ്രത്യേകിച്ച്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല.
ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അത് ഒരു കലഹത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല. കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ മേഖലയും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ധനു രാശിക്ക് ദോഷകരമായ ദിവസമാണ്. എങ്കിലും ചെറിയൊരു ദൈവാധീനമൊക്കെ ഉണ്ടാകും, അത്രേ ഉള്ളൂ. പൊതുവെ പല കാര്യങ്ങളും അനുകൂലമല്ല. ആരോഗ്യം അനുകൂലമല്ല. ഒന്നിലും ഒരു ആത്മവിശ്വാസമില്ല. അലസതയായിരിക്കും. ശരീരത്തിന് പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ്, ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ മനസ്സൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ പിതൃസ്ഥാനീയരും തൊഴിൽ രംഗത്തെ മേലുദ്യോഗസ്ഥരും ധനുക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായുള്ള കലഹമുണ്ടാകും. മുൻകോപം മൂലം ചില നഷ്ടങ്ങളുണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായ സമയമല്ല. മക്കളുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ അല്പം അനുകൂലമായിരിക്കുകയും ചെയ്യും. ജീവിത പങ്കാളി അനുകൂലമല്ല. കുടുംബത്തിൽ ചെറിയ ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുന്ന കാലമാണ്. തൊഴിൽ രംഗത്തും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാം. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും. തൊഴിൽ ഗുണമുള്ള ദിവസമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നും അഭിപ്രായ സ്ഥിരതയോടെ ചെയ്യാൻ കഴിയില്ല. ആരോഗ്യകാര്യത്തിന് വളരെയധികം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മാനസികമായ അസ്വസ്ഥതയുള്ളവർ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. കാരണം ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭക്കൂറുകാർ ഈ ദിവസം ഉപയോഗിക്കരുത്. മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും. എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അലർജി രോഗമുള്ളവർക്ക്, വാതരോഗമുള്ളവർക്ക്, അതേപോലെ പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക്, മനം പറച്ചിലൊക്കെ എപ്പോഴും വരുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ഛർദിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിത്ത സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറഞ്ഞ സമയമാണ്. കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയും. എന്നാൽ വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ കഴിയണം. വാക്കുകൾ മൂലം ചില നഷ്ടമുണ്ടാകാം. ധനപരമായ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. മക്കളുമായിട്ട് ചെറിയ കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കരുത്. ഇതൊരു പൊതുവായ നിർദ്ദേശമാണ്. ഇതിനെ നിങ്ങൾ ആ രീതിയിൽ കണ്ട് ഇതിനെ സമീപിക്കുക.
ഈ പറയുന്ന കാര്യങ്ങൾ ദോഷകരമായി വരാൻ കഴിയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പരമാവധി പറയുന്നുണ്ട്. അത് വരാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധയും കരുതലും കൊടുത്താൽ ഒരു ദിവസത്തെ മുന്നോട്ട് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും നമസ്തേ. അമ്മേ.